നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. പിണറായി AKG മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവം കലയോളം 2K24 പിണറായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK രാജീവൻ ഉദ്ഘാടനം ചെയ്തു. പിണറായി AKG മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK രാജീവൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വലിയ പരിഗണനയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കലക്കുമുണ്ട്, കായികത്തിനുമുണ്ട് എന്നുള്ളതാണ്. ആ രണ്ടിനെയും സംരക്ഷിച്ചു കൊണ്ടുപോകുക എന്നുള്ളതാണ് കേരളത്തിലെ സർക്കാരിൻ്റെ നിലപാട്. ഞങ്ങളൊക്കെ സ്കൂളിനകത്ത് പഠിക്കുന്ന ഒരു കാലഘട്ടത്തിനകത്ത് നമുക്കാർക്കും കലാമത്സരങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിക്കാറില്ല. കലാമത്സരങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിക്കാറില്ല എന്ന് പറഞ്ഞാൽ സ്കൂൾ തലത്തിന് ശേഷം സബ് ജില്ലാ തലത്തിലേക്ക് നമുക്ക് അത് സ്വപ്നം കാണാൻ വേണ്ടി സാധിക്കില്ല. ആ കാലഘട്ടത്തിനകത്ത് പണമുള്ളവർക്ക് മാത്രമേ കല അഭ്യസിക്കാൻ വേണ്ടി സാധിക്കൂ. അതേപോലെ സബ് ജില്ലാ തലങ്ങളിലേക്കും ജില്ലാ തലങ്ങളിലേക്കും അവർക്ക് മാത്രമേ മത്സരിക്കാൻ പറ്റിയ ഒരു കാലഘട്ടം ഉണ്ടായി. പക്ഷേ ആ കാലഘട്ടത്തെ നമുക്കിന്ന് അതിജീവിക്കാൻ വേണ്ടി സാധിച്ചു. അതിജീവിക്കാൻ വേണ്ടി സാധിച്ചു എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും കലാമത്സരങ്ങളിലും കായിക മത്സരങ്ങളിലും മറ്റും പാഠ്യവിഷയങ്ങളിലെല്ലാം പണമില്ലാത്തവരും പണമുള്ളവരും തമ്മിലുള്ള അന്തരമില്ലാതെ മത്സരിക്കാനും പരിപാടിയിൽ പങ്കെടുക്കാനും ഉള്ള ഒരു അവസരമാണ് ഇന്ന് കലാലയ ജീവിതത്തിനകത്ത് ഓരോ കുട്ടികൾക്കും വന്നു ചേരുന്നത്. വാർഡ് മെമ്പർ A ദീപ്തി അധ്യക്ഷത വഹിച്ചു. ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവും സുരേഷ് പള്ളിപ്പാറയുടെ നാടൻ പാട്ടരങ്ങ് സദസ്സിൽ വിസ്മയം സൃഷ്ടിച്ചു. എന്താണ് ഓമനത്തുണ്ടത്ത് ഉമ്മയാ ഓമനത്തുണ്ടത്തോട് വിദ്യാർത്ഥികൾ തന്നെ തെരഞ്ഞെടുത്ത മണവാളൻ MA അനിൽകുമാർ മാസ്റ്ററുടെയും മണവാട്ടി K ഷീജ ടീച്ചറുടെയും മുന്നിൽ വെച്ച് സുരേഷ് പള്ളിപ്പാറയും വിദ്യാർത്ഥികളും നടത്തിയ ഒപ്പനപ്പാട്ടിനൊത്തുള്ള ചുവടുവെപ്പ് സദസ്സിന് നവ്യാനുഭവമായി മാറി. PTA പ്രസിഡന്റ് K അനിൽകുമാർ, മദർ PTA പ്രസിഡന്റ് ജസ്ന ലതീഷ്, പ്രധാന അധ്യാപകൻ K സുരേന്ദ്രൻ, സ്റ്റാഫ് സെക്രട്ടറി വിജോയ് NM, സ്കൂൾ ലീഡർ അനുരാജ് M തുടങ്ങിയവർ സംസാരിച്ചു. ലോഗോ മത്സര വിജയി PV അദ്വൈതിനുള്ള ഉപഹാരം സുരേഷ് പള്ളിപ്പാറ സമർപ്പിച്ചു. ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ചേതന ജയദേവ് സ്വാഗതവും കലോത്സവ കൺവീനർ N സന്ധ്യ നന്ദിയും പറഞ്ഞു. സമഗ്ര ന്യൂസ് കൂത്തുപറമ്പ്.